ഹലോ ഓൾ. അപ്പം നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ പറ്റിയായിരുന്നു. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ അത് ഇത്രയും നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ള നമ്മുടെ സിലബസ് അനുസരിച്ച് നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ പി എൻ ജംഗ്ഷനെ പറ്റി പഠിക്കാനാണ്. ഓക്കെ, എന്താണ് പി എൻ ജംഗ്ഷൻ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്നുണ്ട്. എന്താണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും നമ്മൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്നതാണെന്ന് പറഞ്ഞാൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. വൺ എൻഡ് ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഡോപ്ഡ് വിത്ത് ട്രൈവാലൻ്റ് ആറ്റം. ഓക്കെ, ഒരു എൻഡ് എന്ന് പറയുന്നത് എന്താണ്, ട്രൈവാലൻ്റ് ആറ്റത്തിനെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈവാലൻറ്റിനെ കൊണ്ടാണ് ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ അതെന്തുവാണ്, ഇറ്റ് ഈസ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണല്ലോ. സോ ഒരു എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രൈവാലൻ്റ് കൊണ്ട് ഇതിപ്പോൾ അവിടെ നമുക്ക് എന്താണ് കിട്ടിയത്, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടി. ഓക്കെ, ഇനി അതർ എൻഡ് എന്ന് പറയുന്നത് ഈസ് ഡോപ്ഡ് വിത്ത് പെൻഡാവാലൻ്റ് ഇംപ്യൂരിറ്റി. ഓക്കെ, അതർ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഒരു പെൻഡാവാലൻ്റ് ഇംപ്യൂരിറ്റി. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടി. ദെൻ വി ഗെറ്റ് എ പി എൻ ജംഗ്ഷൻ. അപ്പം ഒരു സെമി കണ്ടക്ടർ ഉണ്ട്, അതിൻ്റെ ഒരെൻ്റെ നമ്മൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഒരെൻ്റെ നമ്മൾ എന്ത് ചെയ്തു, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയെ കൊണ്ട് ഡോപ്പ് ചെയ്തു. ആൻഡ് അതർ എൻഡ് എന്ന് പറയുന്നത് ഒരു പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയെ കൊണ്ട് ഡോപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടിടത്തും എന്ത് കിട്ടും, ഒരു പി എൻ ജംഗ്ഷൻ കിട്ടും. ദ ഇലക്ട്രോൺസ് ഇൻ ദ എൻ റീജിയൻ. അപ്പോൾ ഇവിടെ പി എൻ ജംഗ്ഷനിൽ നടക്കുന്ന എന്താണ്, ഈ എൻ റീജിയനിൽ കൂടുതൽ എന്താണ്, നമ്മുടെ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഡിഫ്യൂസസ് ടു പി റീജിയനിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് വരും. എ ലെയർ ഓഫ് നെഗറ്റീവ് അയോൺ ഇൻ ദ പി റീജിയൻ. ഓക്കെ, എ ലെയർ ഓഫ് നെഗറ്റീവ് അയോൺ ഇൻ ദ പി റീജിയൻ ആൻഡ് ദ പോസിറ്റീവ് അയോൺ ഇൻ ദ എൻ റീജിയൻ ഈസ് ഫോംഡ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ ഫലമായിട്ട്, ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നുള്ള പോസിറ്റീവ് അയോൺസുമായിട്ട് അത് അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും അല്ലേ. സോ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് പി റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരും. ഇവിടെ നിന്നുള്ള പോസിറ്റീവ് ഹോൾസ് എന്ത് ചെയ്യും, എൻ റീജിയനിലേക്ക് വരും. സോ അവിടെ നമുക്ക് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അതിൻ്റെ ഇവിടെ നമുക്ക് കാണാം പി ടൈപ്പിനോട് ചേർന്ന് വരുന്ന ഏതാണ് നെഗറ്റീവ് അയോൺസും ഈ എൻ ടൈപ്പിനോട് ചേർന്ന് വരുന്ന പോസിറ്റീവ് അയോൺസും ആണ് ഈ ഡിപ്ലീഷൻ റീജിയനിൽ. ഓക്കെ, സോ ദിസ് ലെയർ ക്രിയേറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൾഡ് പൊട്ടൻഷ്യൽ ബാരിയേഴ്സ്. അപ്പോൾ ഈ ഒരു ലെയർ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകാനായിട്ട് കാരണമാകാം. ഇവിടെ ആരോ മാർക്കാണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് എങ്ങോട്ടാണ്, ഇങ്ങോട്ടേക്കാണ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്, എന്നാൽ ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, ദെൻ due to this potential difference, electric field is created from positive ions to negative ions. ഓക്കെ, പോസിറ്റീവ് അയോൺസിൽ നിന്ന് നെഗറ്റീവ് അയോൺസിലേക്ക് എന്തുണ്ടാവും, ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ആവും. ദിസ് ഫീൽഡ് ഹെൽപ്സ് ടു മൊമെന്റ് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ഓഫ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ലൈക്ക് ഇലക്ട്രോൺസ് ഇൻ പി റീജിയൻ ആൻഡ് ഹോൾസ് ഇൻ എൻ റീജിയൻ. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനെ സഹായിക്കും, മൊമെന്റിന് അല്ലെങ്കിൽ ഡ്രിഫ്റ്റിന് സഹായിക്കും. എന്തിൻ്റെ ഡ്രിഫ്റ്റിനാണ്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ, അതായത് പി റീജിയനിൽ വരുമ്പോൾ ഇലക്ട്രോൺസ് ആണ് അവിടുത്തെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ആൻഡ് എൻ റീജിയനിൽ വരുമ്പോഴത്തേക്ക് അവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്, ഹോൾസ് ആണ്. സോ ഇതിൻ്റെ എല്ലാം ഡ്രിഫ്റ്റിന് ഇത് സഹായിക്കും. മൊമെന്റ് ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് പ്രൊഡ്യൂസ് ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, മെജോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ മൊമെന്റ് കാരണം, ഡ്രിഫ്റ്റ് കാരണം അവിടെ എന്ത് സംഭവിക്കും, ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാകും. മൊമെന്റ് ഓഫ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് പ്രൊഡ്യൂസ് ഡ്രിഫ്റ്റ് കറണ്ട്. അതോടൊപ്പം മൊമെന്റ് ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാക്കുന്നത്. ആൻഡ് മൊമെന്റ് ഓഫ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അവിടെ എന്താണ് ഉണ്ടാക്കുന്നത്, ഡ്രിഫ്റ്റ് കറണ്ട് ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദീസ് ടു കറണ്ട് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഓക്കെ, ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും എന്താണ്, ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ്. ഇനിഷ്യലി ദ ഡിഫ്യൂഷൻ കറണ്ട് ഈസ് ഹൈ. ഓക്കെ, ഇനിഷ്യലി എന്തായിരിക്കും, ഈ ഒരു ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ടൈം പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. അതെന്ന് പറയുന്നത് ഈ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ മോഷൻ എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട് ഡിക്രീസസ്. അതായത് ഇവിടെ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോവും. ആൻഡ് ഈ ഭാഗത്തായിട്ട് എന്ത് ഉണ്ടാവും, ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്ത് പി റീജിയനിലേക്ക് വരുവാണ് അല്ലേ. ആൻഡ് അതേപോലെ ഇവിടെ നിന്ന് ഹോൾസ് ഡിഫ്യൂസ് എൻ റീജിയനിലേക്ക് വരുവാണ്. സോ നമുക്ക് ഇവിടെ ഒരു ലെയർ ഓഫ് നെഗറ്റീവ് അയോൺസും ഇവിടെ ഒരു പോസിറ്റീവ് അയോൺസും ഫോം ചെയ്യും. ഓക്കെ,
ദെൻ ഈ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. ടൈം കൂടുന്നതനുസരിച്ച് ഈ ഒരു ബാരിയർ അടുത്ത് എങ്ങനെയായിരിക്കും, ഇത്രയും ബാരിയർ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യും, അതിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യും. സോ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് ഹൈ ആണ്, പക്ഷേ ടൈം പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആ ഡിഫ്യൂഷൻ കറണ്ട് ഡിക്രീസ് ആവും. ഓക്കെ, ഇനി ഇനിഷ്യലി ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് 0. ഓക്കെ, ഇനിഷ്യലി ഡ്രിഫ്റ്റ് കറണ്ട് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ്, ഡ്രിഫ്റ്റ് കറണ്ട് ആൾസോ ഇൻക്രീസസ്. ഓക്കെ, ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവാൻ കാരണം എന്താണ്, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവുമെന്ന് പറഞ്ഞ് ഈ ഫീൽഡാണ് ഡ്രിഫ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് മൈഗ്നറ്റിക് ഏരിയസിന്. സോ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഇനിഷ്യലി 0 ആണ്, എന്നിട്ട് എന്തെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആൾസോ ഇൻക്രീസസ്. ഇനി അറ്റ് എ പർട്ടിക്കുലർ ടൈം, ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോഴത്തേക്കും ഡിഫ്യൂഷൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ബിക്കം ഈക്വൽ ആൻഡ് ഡിപ്ലീഷൻ ലെയർ ഈസ് ഫുള്ളി ഡെവലപ്ഡ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് മാറും. ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത് ഫുള്ളി അവിടെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ ദർ ഇസ് നോ ചാർജ് ഏരിയസ് ഇൻ ഡിപ്ലീഷൻ റീജിയൻ. ഡിപ്ലീഷൻ റീജിയനിൽ ചാർജ് ഏരിയസ് ആരെങ്കിലും ഉണ്ടോ, ഇല്ല. ബാരിയർ വോൾട്ടേജ് ഫോർ സിലിക്കൺ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു ബാരിയർ വോൾട്ടേജ്, ഈ ഭാഗത്ത് വരുന്ന ബാരിയർ വോൾട്ടേജ് എന്ന് പറയുന്നത് ഫോർ സിലിക്കൺ എത്രയാണ്, സിലിക്കണിനാണെങ്കിൽ ഇറ്റ് ഈസ് 0.7 വോൾട്ടും ജെർമേനിയത്തിനാണെങ്കിൽ 0.3 വോൾട്ടും ആണ്. ഓക്കെ, ഇനി ബയസിങ് കണ്ടീഷൻസ് ഫോർ പി എൻ ജംഗ്ഷൻ ഡയോഡ്. പി എൻ ജംഗ്ഷൻ്റെ ബയസിങ് കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. നമുക്ക് ശരിക്കും എന്താണ്, രണ്ട് ഓപ്പറേറ്റിംഗ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുത്തു കഴിഞ്ഞതാ, ഇതാണ് എൻ്റെ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, അതിൽ പി റീജിയൻ ഉണ്ട്, എൻ റീജിയൻ ഉണ്ട്. സോ ദർ ആർ 2 ഓപ്പറേറ്റിംഗ് റീജിയൻസ് ഇൻ ദ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഏതൊക്കെയാണ്, ഒരു പി ടൈപ്പും ഉണ്ട്, ഒരു എൻ ടൈപ്പും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദർ ആർ 3 ബയസിങ് കണ്ടീഷൻസ് ഫോർ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, പി എൻ ജംഗ്ഷൻ ഡയോഡിന് എത്ര ബയസിങ് കണ്ടീഷൻസ് ഉണ്ട്, 3 ബയസിങ് കണ്ടീഷൻ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ വോൾട്ടേജ് അപ്ലൈഡ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ചാണ് ഈ ബയസിങ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സീറോ ബയസ്. സീറോ ബയസ് എന്ന് പറഞ്ഞാൽ നോ എക്സ്റ്റേണൽ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു പി എൻ ജംഗ്ഷൻ. അതായത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഇത് പി റീജിയൻ എൻ റീജിയൻ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് സീറോ ബയസ്. കാരണം എന്താണ്, നമ്മളിവിടെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്നുണ്ടോ, ഇല്ല. ഇനി ഫോർവേഡ് ബയസ് എന്താണ്, ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി റീജിയൻ ഉണ്ട്, എൻ റീജിയൻ ഉണ്ട്. ഈ എൻ റീജിയനിലാണ് എന്ത് നെഗറ്റീവ് അയോൺസ് വരുന്നത്, പി റീജിയൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയോൺസ് ആണ് അല്ലേ. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു പി എൻ ജംഗ്ഷനെ ഓക്കെ വോൾട്ടേജ് പൊട്ടൻഷ്യലുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പി. ഓക്കെ, ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, അതിനെ എന്ത് ചെയ്യും, പി യു ആയിട്ട് കണക്ട് ചെയ്യും. ആൻഡ് നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഈസ് കണക്റ്റഡ് ടു ദ എൻ. സോ ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. സോ അതിനെ എന്ത് ചെയ്യും, എന്നുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എന്താ ഫോർവേഡ് ബയസ് ഉണ്ടാവും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇത് മാത്രമാണ്. ഫോർവേഡ് ബയസിന് ഏറ്റവും വലിയ കണ്ടീഷൻ എന്താണ്, പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഈസ് കണക്റ്റഡ് ടു ദ പി ടൈപ്പ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദ എൻ ടൈപ്പ്. ഇനി റിവേഴ്സ് ബയസ് ഉണ്ട്. എന്താണ് റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ, ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇവിടെ പി ഉണ്ട്, എൻ ഉണ്ട്. അതായത് പി റീജിയനെ എടുത്ത് നെഗറ്റീവ് ടെർമിനലുമായിട്ടും എൻ റീജിയനെ എടുത്ത് പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്താൽ അതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയസ് ആണ്. ഓക്കെ അല്ലേ. ഇനി ഫോർവേഡ് ബയസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ, ദ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പി എൻ ജംഗ്ഷൻ ആൻഡ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് നമ്മൾ ഇവിടെയാണ് എൻ ടൈപ്പ് കാണിച്ചിരിക്കുന്നത്, ഇവിടെ പി കാണിച്ചിട്ടുണ്ട്. ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ എന്നിനെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും പി എ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നടക്കുന്നത് എന്താണ്, അതായത് ഇവിടെ നെഗറ്റീവ് ആണ് അല്ലേ, അതേപോലെ ഇവിടെയും എന്താണ് നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് വരുമ്പോൾ എന്ത് റിപ്പൾസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് പോസിറ്റീവ് ആണ് ഈ സൈഡ് എന്ന് പറയുന്നത്, ആൻഡ് ഹിയർ ദ പോസിറ്റീവ് സൈഡ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്തിട്ട് ഹോൾസ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിലേക്ക് എന്ത് ചെയ്യും, ഈ ഒരു മെജോറിറ്റി ചാർജ് കേരിയേഴ്സ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ഈ ഒരു പി എൻ ജംഗ്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതുപോലെ നമ്മളൊരു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്, ആൻഡ് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത്. കൺവെൻഷണൽ കറണ്ടും ഇലക്ട്രിക് കറണ്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, കൺവെൻഷണൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലും ഇലക്ട്രിക് കറണ്ട് ഈ ഡയറക്ഷനും. അതുപോലെ തന്നെ ബാറ്ററി ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് എപ്പോഴും നമ്മൾ ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, നെഗറ്റീവ് ടു
പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. എന്നാൽ ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ നിന്ന് കുറേ ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, ഇവിടെ നിന്ന് പിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ബട്ട് ഈ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്, പിയിൽ നിന്ന് എന്നിലേക്ക്. ഓക്കെ, when both the electric field add up, the resultant electric field has a magnitude lesser than built-in electric field. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബിൽറ്റ്-ഇൻ ഇലക്ട്രിക് ഫീൽഡിനേക്കാളും എന്തായാലും ലെസ്സർ ആയിരിക്കും. ദിസ് റിസൾട്ട്സ് ഇൻ എ ലെസ് റെസിസ്റ്റീവ് ആൻഡ് തിന്നർ ഡിപ്ലേഷൻ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ്റെ തിക്നെസ് എത്രയായി, ഇറ്റ് വിൽ ബി തിന്നർ. ഓക്കെ, തിന്നർ ഡിപ്ലീഷൻ റീജിയൻ ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ദെൻ ദ ഡിപ്ലീഷൻ റീജിയൻസ് റെസിസ്റ്റൻസ് ബിക്കംസ് നെഗ്ലിജിബിൾ വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ലാർജ്. ഓക്കെ, നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കൂടുതലാണെന്ന് നിൽക്കട്ടെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, കൂടുതൽ ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് അയോൺസ് റിപ്പൽ ചെയ്ത് വരും ആൻഡ് പോസിറ്റീവ് അയോൺസ് ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്ത് വരും. സോ ഇതെന്ന് പറയുന്നത് ഈ ഒരു ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ തിന്നറാവും. ദെൻ അവിടെ എന്താണ്, കറണ്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്താൽ കറണ്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദേ ആർ ഡയറക്റ്റ്ലി ആണോ, ഇൻഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് I എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു 1/V ആണല്ലോ. അപ്പോൾ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആവും വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ലാർജ്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. ഇൻ സിലിക്കൺ അറ്റ് ദ വോൾട്ടേജ് ഓഫ് 0.6 വോൾട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ബിക്കംസ് കംപ്ലീറ്റ്ലി നെഗ്ലിജിബിൾ ആൻഡ് ദ കറണ്ട് ഫ്ലോസ് അക്രോസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടീഷൻ എന്താണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു PN ജംഗ്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്താണ്, ഇറ്റ് ഷുഡ് ബി ഇൻ ഫോർവേഡ് ബയസ്. അതാണ് ഇവിടെ പറയുന്നത്. സിലിക്കണിൽ ഒരു 0.6 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നെഗ്ലിജിബിൾ ആവും. അതുകൊണ്ട് കറണ്ട് എന്ത് ചെയ്യും, അതിന് അക്രോസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണെന്തെന്ന് പറയുന്നത് ഫോർവേഡ് ബയസ് എന്ന്. അപ്പോൾ കറണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ്, അത് ഫോർവേഡ് ബയസിലായിരിക്കണം. ഇനി റിവേഴ്സ് ബയസിൽ എന്താ നടക്കുന്നത്, ഇവിടെ എന്നിനെ എന്ത് ചെയ്ത് പോസിറ്റീവായിട്ടും PE നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് നെഗറ്റീവ് അയോൺസ് എന്ത് ചെയ്യും, കുറേ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് അട്രാക്ട് ചെയ്യുകയല്ലേ. അപ്പോൾ ഇലക്ട്രോൺസ് കുറേ ഇങ്ങോട്ടേക്ക് വരും, പോസിറ്റീവ് ഹോൾസും കുറേ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കൂടി വരും അല്ലേ. അപ്ലൈഡ് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് എന്ന് പറയുന്നത് വരും. സോ ഇവിടെ നിന്ന് ശരിക്കും കറണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ക്ലോസ് സർക്യൂട്ടിൽ കൂടി ഇങ്ങനെ വരണം അല്ലേ. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. കംപ്ലീറ്റ് സർക്യൂട്ട് ആവുന്നുണ്ടോ, ഇല്ല. അപ്പോൾ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവോ, ഇല്ല. സോ അതാണ് ഇവിടെ പറയുന്നത്. ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എന്താണ് നമ്മുടെ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് ബാറ്ററി ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ തന്നെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ടെൻ ടു മൂവ് എവേ ഫ്രം ദ ജംഗ്ഷൻ. ഇവിടുന്ന് ഹോൾസും എന്താണ് ഇലക്ട്രോൺസും ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് എവേ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ. വെൻ ദ ടു ഫീൽഡ്സ് ആർ ആഡ്, രണ്ട് ഫീൽഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റിംഗ് എ മോർ റെസിസ്റ്റീവ് തിക്കർ ഡിപ്ലീഷൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഡിപ്ലീഷൻ റീജിയൻ്റെ തിക്നെസ് കൂടും. റിവേഴ്സ് ബയസിലാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ തിക്നെസ് കൂടും. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, കൂടുതൽ റെസിസ്റ്റൻസ് ആയിരിക്കും കറണ്ട് ഫ്ലോയ്ക്ക്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യോ, ഇല്ല. സോ ഒരു PN ജംഗ്ഷനെ ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.